നമസ്കാരം. ടാൻഡം പി എസ് സിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ ഫേസ് 3 എഴുതിയ ഉദ്യോഗാർത്ഥികളായിരിക്കും ഇത് കാണുന്നത് കൂടുതലും അല്ലെ. നമുക്കറിയാം, ഒരു പക്ഷെ പി എസ് സി ഞങ്ങൾക്ക് ഡിഗ്രി ലെവൽ പരീക്ഷ നടത്താൻ അറിയാം എന്ന് തെളിയിച്ച ഒരു പരീക്ഷയാണ് ഈ 3 ഘട്ടത്തിലായിട്ട് നടന്നിട്ടുള്ള ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാം. ഞാനത് പറയാൻ കാരണം നമുക്കറിയാം, നമ്മൾ ഒരുപാട് ഡിഗ്രി ലെവൽ പരീക്ഷകൾ കണ്ടവരാണ്, എഴുതിയവരാണ്. ഡിഗ്രി ലെവൽ പരീക്ഷകളുടെ ചോദ്യത്തിനൊക്കെ ഒരു SSLC ലെവൽ, 10th ലെവൽ അല്ലെങ്കിൽ ഒരു +2 ലെവലിന്റെ ഒരു നിലവാരമൊക്കെ ആയിരുന്നു ഇതുവരെ ഉണ്ടായിരുന്നത്, പ്രത്യേകിച്ച് പ്രിലിംസ് എക്സാമിനൊക്കെ. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി പി എസ് സി നല്ല ഒരു ലെവൽ ഉള്ള നല്ല സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ തന്നെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ സബ്ജക്റ്റിൽ നിന്നും നല്ല ആവറേജ് അതിൽ അബോവ് ആവറേജും ഒക്കെ ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള നല്ല ഒരു സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു പ്രിലിംസിൽ തന്നത്. എന്ന് മാത്രമല്ല, ഒരു 3 ലെവലിലായിട്ട് നടത്തുന്ന പരീക്ഷകൾ പലപ്പോഴും 3 ലെവലും 3 രീതിയിലുള്ള 3 തരത്തിലുള്ള 3 ലെവൽ എക്സാം ഒക്കെ ഉണ്ടാവാറ്. അതിൽ നിന്നും മാറിയിട്ട് ഈ ഒരു എക്സാമിന്റെ കാര്യം പറയുകയാണെങ്കിൽ 3 ലെവൽ ഫേസ് 1 മുതൽ ഫേസ് 3 വരെയുള്ള 3 ലെവൽ എക്സാമുകളും ഏറെക്കുറെ ഒരുപോലെയുള്ള ഒരേ നിലവാരം പുലർത്തി എന്നുള്ളത് കൂടി ഈ ഒരു പരീക്ഷയുടെ പ്രത്യേകതയാണ്. അപ്പൊ നിങ്ങളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നത് എത്ര മാർക്ക് കിട്ടിയാൽ ഈ ഓരോ ഫേസിലും, പ്രത്യേകിച്ച് ഫേസ് 3 അതേപോലെ മറ്റു ഫേസുകളിലൊക്കെ എത്ര മാർക്ക് കിട്ടിയവർ മെയിൻസിന് വേണ്ടി പഠിച്ചു തുടങ്ങണം എന്നുള്ള ഒരു സംശയവുമായിട്ടായിരിക്കും നിങ്ങളൊക്കെ ഉണ്ടാവുക. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമുക്കൊന്ന് നോക്കാം. അപ്പൊ നിങ്ങൾ ടാൻഡം പി എസ് സി എന്ന ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ നമുക്കറിയാം, ഈ ഒരു ഇന്ന് നടന്നിട്ടുള്ള, അതായത് 6/6/2026 നടന്നിട്ടുള്ള 3rd ഫേസ് എക്സാമിന്റെ ക്വസ്റ്റ്യന്റെ ലെവൽ എന്തായിരുന്നു എന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത്. നമുക്കറിയാം, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ആണ്, അതേപോലെ ഇംഗ്ലീഷുമാണ് നമുക്ക് അതിൽ കുറച്ചുകൂടി സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു ഭാഗം അല്ലെ. അത് രണ്ടും, മാത്സ് ആൻഡ് മെന്റൽ എബിലിറ്റി ഒരു 4 ചോദ്യം ഒഴിവാക്കി കഴിഞ്ഞാൽ ആവറേജ് അല്ലെങ്കിൽ സിമ്പിൾ ചോദ്യമാണെന്ന് പറയാം. ഒരു 4 മാക്സിമം പോലെ 5 ചോദ്യം ഒരു ആവറേജ് ക്വസ്റ്റ്യൻ ഉണ്ട്. ബാക്കിയൊക്കെ സിമ്പിൾ ക്വസ്റ്റ്യൻ തന്നെയായിരുന്നു മാത്സിന്റെ ഭാഗത്ത് നിന്ന് വന്നിട്ടുള്ളത്. ഇംഗ്ലീഷിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. ഒരു 4-5 ക്വസ്റ്റ്യൻ വെച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ള 15ഓളം ക്വസ്റ്റ്യനുകൾ ഒരു ശരാശരി തയ്യാറെടുക്കുന്ന ഒരാൾക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ മലയാളത്തിന്റെ കേസ് നോക്കുകയാണെങ്കിൽ നമുക്ക് സിമ്പിൾ ചോദ്യങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 ചോദ്യം, 10ൽ 2-3 ചോദ്യങ്ങൾ നമുക്കൊന്ന് ഒരു ആവറേജ് ക്വസ്റ്റ്യൻ എന്ന് പറയാം. ബാക്കിയൊക്കെ ഒരു എബോവ് ആവറേജ് ലെവലിലുള്ള ചോദ്യങ്ങളാണ് മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചിട്ടുള്ളത്. IT-യുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ 5 ചോദ്യങ്ങളാണ് എന്നാണ് എൻ്റെ ഓർമ്മ ആ ഭാഗത്ത് നിന്ന് ചോദിച്ചത്. അത് 5ഉം നല്ല ഡിഫിക്കൽട്ട് ലെവല് ചോദ്യങ്ങൾ തന്നെയായിരുന്നു. അത്യാവശ്യം IT ഫീൽഡുമായിട്ട് ബന്ധമുള്ള ആളുകൾക്ക് മാത്രം, അല്ലെങ്കിൽ ഈ ഒരു IT സബ്ജക്റ്റിനെ കുറിച്ച് അത്യാവശ്യം ധാരണയുള്ള ആളുകൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു IT-യുടെ ഭാഗത്തുണ്ടായിരുന്നത്. മറ്റൊരു നല്ല ഡിഫിക്കൽട്ടായിട്ട് ചോദിച്ച ഭാഗമാണ് എക്കണോമിക്സ് അല്ലെ. എക്കണോമിക്സിലെ ചോദ്യങ്ങളൊക്കെ നല്ല എന്താ പറയുക, എക്കണോമിക്സിൽ അത്രയും ആഴത്തിൽ പഠിച്ച ആളുകൾക്ക് മാത്രം ആൻസർ ചെയ്യാൻ പറ്റുന്ന ചോദ്യങ്ങളായിരുന്നു എക്കണോമിക്സിന്റെ ഭാഗത്ത് വന്നത്. പിന്നെ അതർ GK എന്ന് പറഞ്ഞാൽ ഹിസ്റ്ററി, ജോഗ്രഫി, അതേപോലെ സ്പോർട്സ്, ലിറ്ററേച്ചർ തുടങ്ങിയ ഭാഗത്തു നിന്നൊക്കെ വന്ന ചോദ്യങ്ങൾ ഒരു എബോവ് ആവറേജ് തന്നെയായിരുന്നു. കൂടുതൽ ചോദ്യങ്ങളും, കുറഞ്ഞ ചോദ്യങ്ങൾ ഒരു ആവറേജ് ചോദ്യങ്ങൾ ഉണ്ടെങ്കിലും കൂടുതലും എബോവ് ആവറേജ് ചോദ്യങ്ങൾ തന്നെയാണ് വന്നിട്ടുള്ളത്. ആ ഒരു രീതിയിലാണ് നമ്മുടെ ഈ ക്വസ്റ്റ്യന്റെ പാറ്റേൺ വന്നിട്ടുള്ളത്. ഇന്ന് നടന്നിട്ടുള്ള എക്സാമിന്റെ ഫേസ് 3യുടെ പാറ്റേൺ വന്നിട്ടുള്ളത്. അതിനിടയ്ക്ക് ഒരു കാര്യം, നമ്മുടെ ടാൻഡം പി എസ് സിയുടെ LST സെക്രട്ടറിയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് ഈ ജൂലൈ 1-ാം തീയതി ആരംഭിക്കുന്നുണ്ട്. ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്ക് നേരിട്ട് ഒരു ഗസറ്റഡ് പോസ്റ്റിലേക്ക് എത്താൻ പറ്റുന്ന ഒരു പോസ്റ്റ് ആണ് LST സെക്രട്ടറി എന്ന് പറയുന്ന തസ്തിക. ഈ ഡിസംബറിൽ നോട്ടിഫിക്കേഷൻ വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു ഫൗണ്ടേഷൻ ബാച്ച് ആയിട്ട് നമ്മൾ ജൂലൈ 1 മുതൽ തന്നെ ഓരോ മൊഡ്യൂളായിട്ട് പഠിച്ചു പോകുന്ന രീതിയിൽ ചെറിയൊരു ഫീസ്, നമുക്കൊരു മന്ത്ലി ഒരു 249 രൂപ മാത്രമാണ് ഫീസ് വരുന്നത്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ചെറിയൊരു ഫീസാണ് നമ്മൾ ഇതിന് ഈടാക്കുന്നത്. വെറും 249 രൂപ പെർ മന്ത് അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു സ്പെഷ്യൽ ടോപ്പിക് അടക്കം നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. ഓരോ മാസം നമുക്ക് ഓരോ മൊഡ്യൂളായിട്ട് പഠിച്ച് നല്ല റിവൈസ് ഒക്കെ ചെയ്ത് എക്സാം ആകുമ്പോഴേക്കും ഡീപ്പായിട്ട് ആ ഒരു ടോപ്പിക്കിൽ നിന്ന് ഏത് ചോദ്യം വന്നാലും ആൻസർ ചെയ്യാൻ പറ്റുന്ന തരത്തിലേക്ക് നിങ്ങളെ മാറ്റിയെടുക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കോഴ്സ് ടാൻഡം പി എസ് സി ആരംഭിച്ചിട്ടുള്ളത്. അപ്പൊ താല്പര്യമുള്ള ആളുകൾക്കൊക്കെ ഇവിടെ കൊടുത്തിട്ടുള്ള ഈ 7034327690 എന്ന് പറയുന്ന നമ്പറിൽ ഇതിൽ വാട്സപ്പ് ഉണ്ട്. വാട്സപ്പിലോ അല്ലെങ്കിൽ കോൾ മുഖേന നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം.
പെട്ടെന്ന് നമ്മൾ 200 പേരെയാണ് മാക്സിമം നമ്മൾ ഈ ഒരു ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ അതായി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷൻ ക്ലോസ് ചെയ്യും. താല്പര്യമുള്ള ആളുകൾ വളരെ പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നമുക്ക് ഈ ഒരു എക്സാമിന് എത്ര കട്ട് ഓഫ് പ്രതീക്ഷിക്കാം എന്ന് നോക്കാം. നമുക്കറിയാം, ഇതിൽ നമ്മൾ പറഞ്ഞു മാത്സ് ആൻഡ് മെന്റൽ അബിലിറ്റിയുടെ ഭാഗം നമ്മൾ സിമ്പിൾ ആയിട്ട് ആവറേജ് എന്ന് പറഞ്ഞാൽ ഒരു 12 മുതൽ 15 വരെ മാർക്ക് ഈ ഭാഗത്ത് നിന്ന് എല്ലാവർക്കും സ്കോർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് മാത്സിൽ. നമുക്കൊരു 12 എടുക്കാം. മാത്സ് ആണെങ്കിലും ഇംഗ്ലീഷ് ആണെങ്കിലും മാത്സ് ആണെങ്കിൽ ഒരു 12 മാർക്ക് നേടാം. ഇംഗ്ലീഷിനാണെങ്കിൽ 10 ഒക്കെ എല്ലാവർക്കും നേടാൻ കഴിയുന്ന ചോദ്യങ്ങളാണുള്ളത്. പിന്നെ അതേപോലെ മലയാളത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു 3 to 5 ഒക്കെ മാർക്ക് കിട്ടാൻ സാധ്യതയുള്ളൂ. നമ്മളതൊരു ആവറേജ് ആയിട്ട് 4 മാർക്ക് എടുക്കാം. IT-യുടെ 5 ചോദ്യങ്ങളിൽ നിന്ന് 2-3 മാർക്കൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുള്ളൂ. എക്കണോമിക്സിന്റെ കാര്യത്തിലും അത്രയൊക്കെ കിട്ടാൻ സാധ്യതയുള്ളൂ. അതർ GK-യുടെ കാര്യത്തിൽ ഒരു 15 to 20 മാർക്കൊക്കെയാണ് ശരാശരി കിട്ടാൻ സാധ്യതയുള്ളത്. ഒരു 15 നമുക്ക് എടുക്കുകയാണെങ്കിൽ മൊത്തം ഇപ്പൊ നമുക്ക് എത്രയായി? 15, 17, 19, 23, 33, 43, 45. ഏകദേശം ഈ ഒരു ലെവല് തന്നെയായിരിക്കും നമ്മുടെ ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ കട്ട് ഓഫ് വരിക എന്നുള്ളത്. ഒരു 40 to 45. നമുക്ക് ഒരുപാട് പോസ്റ്റുകൾ ഉള്ളതാണ്. യൂണിഫോം പോസ്റ്റുകൾക്കൊക്കെ ഒരു പക്ഷെ 40-നേക്കാൾ കുറഞ്ഞാലും അത്ഭുതപ്പെടാനില്ല. അതായിരുന്നാലും ഒരു ആവറേജ് തരത്തിൽ ഒരു 40 to 45 മാർക്കായിരിക്കും ഈ ഒരു പരീക്ഷയ്ക്ക്. പ്രിലിംസ് എക്സാം ആണ്, അതുകൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ പ്രിലിംസ് എക്സാം ആയതുകൊണ്ട് തന്നെ ഒരു 40 to 45 മാർക്ക് കിട്ടിയ ആളുകൾക്ക് മെയിൻസിന് വേണ്ടി തയ്യാറെടുത്ത് തുടങ്ങാം. അപ്പൊ നമ്മൾ പറഞ്ഞു ഫേസ് 3യുടെ കാര്യമാണ് നമ്മൾ ഈ പറഞ്ഞത്. അപ്പൊ ഫേസ് 1ഉം ഫേസ് 2ന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഏറെക്കുറെ ഈ ഒരു ലെവൽ തന്നെയാണ്. എക്സാം വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ ഈ ഏത് ഫേസിലും ഒരു 45 അറൗണ്ട് കിട്ടിയ ആളുകൾക്ക് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പഠിച്ചു തുടങ്ങാം മെയിൻസിന് വേണ്ടി. ഫേസ് 1 ആണെങ്കിലും ഫേസ് 2 ആണെങ്കിലും ഫേസ് 3 ആണെങ്കിലും ഒക്കെ നമുക്ക് ആ ഒരു ലെവൽ തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. ഒരു 45 അറൗണ്ട് മാർക്ക് കിട്ടിയ ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 45ന്റെ താഴേക്കോ മുകളിലേക്ക് പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 42 മുതൽ 40 to 45 റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെയൊക്കെ കട്ട് ഓഫ് വരാൻ സാധ്യതയുള്ളത്. തന്നെ SI പോലെയുള്ള യൂണിഫോം പോസ്റ്റുകൾക്ക് ഫിസിക്കൽ ടെസ്റ്റ് കൂടിയുള്ള തസ്തികകൾക്ക് കുറച്ചുകൂടി മാർക്ക് താഴേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഒരു 38, 40 താഴേക്ക് വരെ പോയാലും അത്ഭുതപ്പെടാനില്ല. ആ രീതിയിൽ നിങ്ങൾക്ക് പഠിച്ചു തുടങ്ങാവുന്നതാണ്. നേരത്തെ പറഞ്ഞതുപോലെ LST സെക്രട്ടറിയുടെ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ജോയിൻ ചെയ്യാം. അതിൽ ജോയിൻ ചെയ്യുന്ന ആളുകൾക്ക് നമുക്ക് ഈ ഒരു ഡിഗ്രി മെയിൻസിന്റെ എക്സാമിന് കൂടി വേണ്ടിയുള്ള നോട്ട്സ് ഒക്കെ നമുക്ക് ക്ലാസ്സിൽ പ്രൊവൈഡ് ചെയ്യും. പ്രത്യേകിച്ച് നമുക്കറിയാം ഓഗസ്റ്റ് വരെയുള്ള കലണ്ടർ PSC പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞു. അതുവരെ നമ്മുടെ ഈ മെയിൻസ് ഒന്നും ഡിഗ്രി മെയിൻസ് ഒന്നും ടൈം ടേബിൾ കാണുന്നില്ല. അതുകൊണ്ട് തന്നെ സെപ്റ്റംബറിലോ ഒക്ടോബറിലോ ഒക്കെ ആയിരിക്കും എക്സാം വരിക. ജൂലൈ ടു ഒക്ടോബർ ആയിരുന്നു നമ്മുടെ ടെന്റേറ്റീവ് ഷെഡ്യൂളിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒരു സെപ്റ്റംബറിലോ ഒക്ടോബറിലൊക്കെ ആയിട്ടായിരിക്കും എക്സാം വരിക. അപ്പോൾ നമ്മുടെ LSTSന്റെ കോഴ്സ് നമ്മൾ ആദ്യം തന്നെ ചെയ്യുന്ന മൊഡ്യൂളുകൾ എന്ന് പറയുന്നത് എല്ലാ എക്സാമിനും കോമൺ ആയിട്ട് വരുന്ന മൊഡ്യൂളുകളായിരിക്കും കൂടുതലായിട്ടും ഉണ്ടാവുക. നമ്മളെ ഇന്ത്യൻ പൊളിറ്റി പോലെയുള്ള ഗവേണൻസ് പോലെയുള്ള അതേപോലെ ഇന്ത്യൻ എക്കോണമി പോലെയുള്ള ഭാഗങ്ങളൊക്കെയാണ് നമ്മൾ ആദ്യം കവർ ചെയ്യുക. അപ്പൊ ആ രീതിയിൽ എല്ലാ എക്സാമുകൾക്കും ഉപകരിക്കപ്പെടുന്ന രീതിയിൽ അതോടൊപ്പം തന്നെ ഡിഗ്രി മെയിൻസിനെയൊക്കെയുള്ള നോട്ട്സ് നമ്മളതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. ഗുഡ് ബൈ.